ഇടതുപക്ഷം അധികാരത്തിൽ വരാനുള്ള സാധ്യത അവരുടെ എം എൽ എമാരുടെ പെരുമാറ്റവും പെർഫോമൻസുമാണ്. ഇന്ത്യൻ വോട്ടർ ഉണ്ടല്ലോ, ലോകത്തിൽ ഇത്രയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജനത നിങ്ങൾക്ക് വേറെ കാണാൻ സാധ്യതയില്ല. ഒരു യെസ് ഓർ നോ ചോദ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പിണറായി വിജയന് നോ പറയും ജനം. മുസ്ലിം ലീഗിൻ്റെ ഒരു സർവൈവലിൻ്റെ പ്രശ്നവും കൂടെയുണ്ട്. 10 വർഷമായി അധികാരത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്നു. ഇത്തവണയും UDF തോറ്റു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പിന്നെ UDF വിട്ട് LDF പോവുകയേ മാർഗമുള്ളൂ. LDF നേതാവ് ആരാന്ന് ചോദിച്ചാൽ പിണറായിയാണ്. പിണറായി കഴിഞ്ഞാൽ ആരാ നേതാവെന്ന് ചോദിച്ചാൽ LDF മറുപടിയില്ല. സ്ലോലി കേരളം പോകുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തിന് അപ്പർ ഹാൻഡുള്ള ഒരു മുന്നണി, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അപ്പർ ഹാൻഡുള്ള വേറൊരു മുന്നണി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവകാശവാദങ്ങൾ എല്ലാ മുന്നണിയുടെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു. VD സതീശൻ 100-ന് മുകളിൽ സീറ്റ് പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പോൾ UDF പറയുന്നത് 80 സീറ്റെങ്കിലും കിട്ടും, ഏറ്റവും കുറഞ്ഞത് എന്നാണ്. പരിശോധിക്കാം നമുക്ക് ആരുടെ അവകാശവാദത്തിനാണ് കൂടുതൽ സാധ്യത. ഒപ്പം തന്നെ ഈ അവകാശവാദങ്ങൾക്ക് പിന്നിൽ എന്താ, ഇനി നടക്കാൻ പോകുന്ന ചർച്ചകളുടെ ആധാരം എന്തൊക്കെയായിരിക്കും? കാരണം UDFൽ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ വകുപ്പ് വിഭജനമൊക്കെ കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. UDF ക്യാമ്പിലാണിപ്പോൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടമാകുന്നത്. മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ തുടക്കത്തിൽ പറഞ്ഞു എങ്കിൽ തന്നെയും UDF ഇപ്പോൾ വകുപ്പ് വിഭജനത്തിലേക്കൊക്കെ തന്നെ കടന്നു എന്നാണ് ചില സംസാരം. എന്താണ് അങ്ങേക്ക് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, ഇപ്പോൾ വോട്ട് പെട്ടിയിലാണ്. അതെ, പിന്നെ എന്തിനാണ് ഈ ഫൂളിഷായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവർ ആലോചിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആര് പറഞ്ഞു UDF അധികാരത്തിൽ വരുമെന്ന്? ശരി, അവർ വിശ്വസിക്കുന്നു, ശരി. പക്ഷേ അതിൻ്റെ കോൺസിക്വൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് അവരെടുക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അങ്ങനെ ചെയ്യരുത്. മെയ് 4 വരെ കാത്തിരുന്നിട്ട് നിങ്ങൾക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ശരി, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. മാത്രമല്ല, അപ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരികയും ചെയ്യും. അതെ, പൊളിറ്റിക്സിൻ്റെ ഡൈനമിക്സ് അങ്ങനെയാണല്ലോ. അതെ അതെ, അതുവരെ പറഞ്ഞതൊക്കെ മാറും. ഇപ്പം ഞാൻ പറയട്ടെ, UDF എല്ലാവരും കൂടി ചേർന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങ് തീരുമാനിക്കുന്നു. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഈ മനുഷ്യൻ ഒരു 150 വോട്ടിന് തോറ്റുപോകുന്നു. എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം തകിടം മറിയും. എന്നുവെച്ചാൽ ഇന്ത്യൻ വോട്ടർ ഉണ്ടല്ലോ, ലോകത്തിൽ ഇത്രയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജനത നിങ്ങൾക്ക് വേറെ കാണാൻ സാധ്യതയില്ല. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് പ്രവചിക്കാം. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പാകിസ്ഥാൻ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും. പാകിസ്ഥാനിൽ പിന്നെ ജയിച്ച ആൾ ഭരിക്കണമെന്നില്ല എന്നൊരു അവസ്ഥയുണ്ട്. അതെ, അപ്പോൾ ബാക്കി നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇന്ത്യൻ വോട്ടർമാരുടെ സ്വഭാവം പ്രവചിക്കാൻ പറ്റില്ല. പരമയോഗ്യന്മാരെ ചുമ്മാ അങ്ങ് തോൽപ്പിക്കും. പരമ തെമ്മാടികളെ വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കും. ചിലപ്പോൾ വളരെ നല്ല മനുഷ്യർക്ക് വളരെ വലിയ ചാൻസ് കൊടുക്കും. ഇതെല്ലാം ചെയ്യുന്ന വിചിത്ര സ്വഭാവക്കാരാണ് ഇന്ത്യൻ വോട്ടർമാർ. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യൻ വോട്ടർമാർ. കേരളം വ്യത്യസ്തമാണ് ഒന്നുമല്ല, കേരളവും വ്യത്യസ്തവുമല്ല. കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നില്ല, അതുകൊണ്ട് വ്യത്യസ്തമാണ് എന്ന് പറയുന്നു. BJP അധികാരത്തിൽ വരാത്തത് ഈ പറഞ്ഞ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ് കേരളത്തിൽ. ഇങ്ങനത്തെ ഒരു ഡെമോഗ്രഫി മറ്റൊരു സംസ്ഥാനത്തും കാണാനില്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ വേറൊരു ഡൈനമിക്സാണ്. പക്ഷേ ഇവിടെയൊക്കെ വോട്ടർമാർ വ്യത്യസ്തരാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഭാരതത്തിലെ വോട്ടർമാരെല്ലാം ഒരേപോലെ ഋജുബുദ്ധിയുള്ളവരാണ്, ഒരേപോലെ ഭ്രാന്തന്മാരുമാണ്. ഇവരെ വിശ്വസിച്ച് നിങ്ങൾ ഇപ്പോൾ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുക, ഇതുപോലത്തെ കാര്യം ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അതൊക്കെ അപഹാസ്യമായിട്ട് കലാശിച്ചു എന്ന് വരും. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അങ്ങയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ നിരീക്ഷണത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ
ഒരു ഔട്ട്കം എന്തായിരിക്കുമെന്നാണ് കരുതുന്നത്? കാരണം ഈ ഞാൻ വ്യക്തിപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വല്ലാതെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രഡിക്ഷനിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂന്നാം അതൊരു ശക്തി വളരെ ശക്തമായി ഉയർന്നു വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഒരു ഇഷ്യൂലെസ് തെരഞ്ഞെടുപ്പാണ്. ഉം. ഒരു പ്രശ്നാധിഷ്ഠിത തെരഞ്ഞെടുപ്പല്ല. അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷങ്ങൾക്കാണ്, ഭരണകക്ഷിക്കല്ല. പ്രതിപക്ഷങ്ങൾക്ക് വേണമെങ്കിൽ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ അഴിമതി, ഈ ഒറ്റ പോയിന്റിൽ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകാമായിരുന്നു. അത് ചെയ്തില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ അനുബന്ധ DYFI, SFI തുടങ്ങിയവരുടെ ഗുണ്ടാപ്പണി, ഇതൊക്കെ ചേർത്തിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് ഒറ്റ പോയിന്റിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകാമായിരുന്നു. അത് ചെയ്തില്ല. ഒരു യെസ് ഓർ നോ ചോദ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പിണറായി വിജയന് നോ പറയും ജനം. പണ്ട് ശബരിമല കാര്യത്തിൽ സംഭവിച്ചതാണ് 2019. ശബരിമല ഒറ്റ വിഷയമായിരുന്നു. ശബരിമലയിൽ ബലം പ്രയോഗിച്ച് യുവതികളെ പ്രവേശിപ്പിച്ചു. അത് ശരിയോ തെറ്റോ? ഈ ചോദ്യമായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. CPM ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയി. നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ സിംഗിൾ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് ഒരു സിംഗിൾ ആളും വേണം. പ്രതിപക്ഷത്ത് നോക്കൂ, ഇപ്പോൾ പ്രധാന പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞാലും UDF. അവരുടെ നേതാവാരാ? അങ്ങനെ ഒരാളില്ല. എല്ലാവരും നേതാക്കളാണ്. ആ സിറ്റുവേഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ര നല്ല ഒരു മെസ്സേജ് അല്ല. പൊതുവേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ നോക്കുക, ഒരു നേതാവുണ്ടാവും. UP-യിൽ യോഗി ആദിത്യനാഥ്, ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ, ബംഗാളിൽ മമതാ ബാനർജി. ബംഗാളിൽ ഇതുപോലെ BJP വിഷമിക്കുന്നുണ്ട്. മമതാ ബാനർജിയാണ് അപ്പുറത്ത് നേതാവ്. ഇപ്പുറത്താരാ നേതാവ് എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ ഉത്തരമില്ല. അപ്പം ഈ കൃത്യമായ ഉത്തരമില്ലാത്ത സ്ഥലത്ത് ജനങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ബംഗാളിൽ അവർ സർവേ നടത്തിയപ്പോൾ TMC നേരിയ ഇതിൽ TMCക്ക് ഭരണം നഷ്ടപ്പെടും എന്ന് വരുന്ന ഒരു ചാനൽ നടത്തിയ സർവേയാണ്. പക്ഷേ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ചോദ്യത്തിന് ഓവർവെൽമിംഗ് ആയിട്ട് 46% പേര് മമതാ ബാനർജി. അതായത് TMC തോൽക്കുകയും വേണം, മമത മുഖ്യമന്ത്രിയാവുകയും വേണം. ഇങ്ങനെ റിസൾട്ട് വരും. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മമതയ്ക്ക് ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനില്ല. രാഷ്ട്രീയം വ്യക്തിയധിഷ്ഠിതമല്ല എന്നൊക്കെ ഡയലോഗ് അടിക്കാം എന്നുള്ളതല്ലാതെ വ്യാപകമായിട്ട് ഭാരതത്തിൽ മാത്രമല്ല ലോകം മൊത്തം ശക്തനായ ഒരു മനുഷ്യനെ, ഭരണാധികാരിയെ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടം മോശമാണ് നല്ലതാണെന്നൊക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നത്, പുടിൻ ഉറയ്ക്കുന്നത്, ഷീ ജിൻപിങ് ഉറയ്ക്കുന്നത്, നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദിക്ക് നോക്കൂ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല. പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തനാണെന്ന് നരേന്ദ്രമോദി ഇപ്പോൾ, ഇല്ലേ? കറക്റ്റ്. അതെ. അങ്ങനെ ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത് എന്ന് ഘടകകക്ഷികൾ പോലും മറന്നിരിക്കുന്നു. അപ്രമാദിത്വം അതിഭയങ്കരമായിരിക്കും. ഇതേ ഒരു മാനസികാവസ്ഥയുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമത് വന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് പിണറായി വിജയൻ എന്നുള്ള ബിംബത്തെ തകർക്കാൻ കോൺഗ്രസ്, UDF അല്ലെങ്കിൽ BJP ഒരാളിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ആൾ ഇതിന് പകരം വയ്ക്കാൻ പറ്റും, പിണറായി വിജയന് ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് എണ്ണിപ്പറഞ്ഞ് ആവർത്തിച്ച് ആ പോയിന്റിൽ തന്നെ ഒരാണി നമുക്ക് തറയ്ക്കണമെങ്കിൽ ഒരേ പോയിന്റിലേക്ക് ആണിയുടെ കൊടയിലേക്ക് നിരന്തരം അടിക്കണം. അപ്പോഴേ ആണി കയറുള്ളൂ. അല്ലാതെ ഒരടി കുടയിലും ഒരടി പലകയിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആണി കയറില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കിയില്ല എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസ്സിന് ഇതുവരെ നോക്കൂ, കരുണാകരൻ, ആൻ്റണി, ഉമ്മൻചാണ്ടി, ഇങ്ങനെ എടുത്തു പറയാൻ ഒരു നേതാവുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് UDFന് വലിയൊരു സെറ്റ് ബാക്കാണ്. BJP
അവരുടെ അത്യധ്വാനം കൊണ്ടും അവരുടെ അൺടച്ചബിലിറ്റി കുറേ അധികം മാറിയതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നിരിക്കും. ബട്ട് അവർ ഈ പറയുന്ന പോലെ ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളരുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഞാൻ പൊതുവേ ഈ പെട്ടിയിലിരിക്കുന്ന വോട്ടിനെ ചൊല്ലി സ്പെക്കുലേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ സ്പെക്കുലേഷനും വെറുതെ നമ്മൾ ഓരോ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് നറുക്കെടുത്ത് നോക്കിയാലും ഏകദേശം ഒരേ റിസൾട്ട് വരും. നറുക്കെടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ച് കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. കേരളത്തിൽ ഇപ്പോൾ UDFന് എത്ര വോട്ട് കിട്ടും, എത്ര സീറ്റ് കിട്ടും, 100 കിട്ടില്ല എന്നങ്ങ് തീരുമാനിക്കുക നമ്മളുടെ ഒരു കോമൺ സെൻസ്. അപ്പോൾ 99, ഈ 99 താഴെയുള്ള ഫിഗേഴ്സ് നമുക്ക് നറുക്കിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ റിസൾട്ടൊക്കെ വരും. ഈ സർവേയിൽ TV-കാരുടെ സർവേയിൽ വന്ന റിസൾട്ടൊക്കെ വരും. അതിൽ കുറേ ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്യാനുണ്ട്. ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്പെക്കുലേഷനിൽ അർത്ഥമില്ല. ഞാൻ ഒരാൾ ജയിക്കും എന്ന് പറയുന്ന അതേ ലോജിക്ക് വെച്ചിട്ട് ലിയോയ്ക്ക് അയാൾ തോൽക്കുമെന്നും പറയാം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വിലയിരുത്തൽ എന്ത് കഥയാണുള്ളത്? അപ്പോൾ ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വേറൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ലാതെ ഒരു സീരിയസ് മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വരും എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം ഒരു സീരിയസ് മെസ്സേജ് വരാം. NDAക്ക് ഒരു 10 അതിൽ കൂടുതലോ സീറ്റുകൾ വരുന്നു എന്ന് വയ്ക്കുക. അത് കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്, ഈ തെരഞ്ഞെടുപ്പിലെ വലിയൊരു മെസ്സേജാണ് എന്ന് പറയാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ 75 സീറ്റ് കിട്ടി ഏതെങ്കിലും കക്ഷി ഐദർ LDF or UDF ഭരിച്ചു കഴിഞ്ഞാൽ കേരളം ഒരു മെസ്സേജും തരുന്നില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. പഴയ പോലെ തന്നെ കുറേ അഴിമതിയും കുറേ ബഹളവും സംഗതിയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് വീണ്ടും ഒരു 5 കൊല്ലം കൂടെ കഴിയും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മെസ്സേജ് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ NDAക്ക് സബ്സ്റ്റാൻഷ്യൽ സീറ്റുകൾ വേണം. കാരണം മറ്റു രീതിയിൽ മെസ്സേജ് കൊടുക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അടങ്ങുന്ന UDFന് അതിനുള്ള സാമർഥ്യമില്ലാതെ പോയി, അല്ലെങ്കിൽ അങ്ങനെ അവർ ആലോചിച്ചില്ല. അവർക്കൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. കാരണം ഇപ്പുറത്ത് LDFിലെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ പിണറായിയാണ്. പിണറായി കഴിഞ്ഞാൽ ആരാ നേതാവ് എന്ന് ചോദിച്ചാൽ LDFന് മറുപടിയില്ല. അങ്ങനെ ഒരാളില്ല, നമ്പർ 2 ഇല്ല LDFിൽ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്പർ 11 ഉള്ളൂ. ആദ്യത്തെ 10 സ്ഥാനങ്ങളും പിണറായിയുടെ കയ്യിലാണ്. 11ാമനായിട്ട് ആരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇതാണ് LDFിൻ്റെ അവസ്ഥ. ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ അവസ്ഥയായിരുന്നു. പകരം എന്ത് ചെയ്തു? അവിടെ ഇവിടെയൊക്കെ ചില അഴിമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് വികസനം എന്ന് പറഞ്ഞു. LDF, UDF, BJP 3 പേരും കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിനെയാണല്ലോ വികസനം എന്ന് പറയുന്നത്. ഈ വികസനത്തിന് ഉള്ള ഒരു രൂപരേഖ, എന്താണ് വികസിപ്പിക്കാൻ പോകുന്നത്, ഏത് പ്രോജക്റ്റാണ് വരാൻ പോകുന്നത്? ഒരു 150 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ്, അത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിപ്പിക്കും, അതിന് ഇന്ന കമ്പനിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സജഷൻ ഏതെങ്കിലും പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞോ? ഇല്ല. കേരളത്തിലെ കാർഷിക രംഗം നോക്കൂ. നെൽകൃഷിയിൽ നമ്മൾ പണ്ട് 1ാമതായിരുന്നു. ഇപ്പോൾ നമ്മൾ പരമദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട് അല്ലെങ്കിൽ പാലക്കാട് ഞങ്ങളൊരു 500 ഏക്കർ സ്ഥലം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി ലീസിനെടുത്തിട്ട് നെൽകൃഷി ചെയ്യാൻ അതിൻ്റെ വോളണ്ടിയേഴ്സ് എല്ലാം ഞങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഞങ്ങൾ പാലക്കാട്, പുതുശ്ശേരി അല്ലെങ്കിൽ നെന്മാറ, വടവന്നൂർ ആ ഭാഗത്ത് എവിടെയെങ്കിലും സ്ഥലം പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നാളികേരം, അതിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് നമ്മൾ 3ാം സ്ഥാനത്താണ്. ഇപ്പോൾ കേരളം എന്നൊക്കെ പറയുമെങ്കിലും തമിഴ്നാട്, കർണാടകവും കഴിഞ്ഞ് 3ാം സ്ഥാനത്താണ് ഈ തേങ്ങ ഉൽപ്പാദനത്തിൽ നമ്മൾ നിൽക്കുന്നത്. എന്ത് പദ്ധതി ഉണ്ടായി? അപ്പോൾ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വർക്കല്ലല്ലോ. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കുക, അതൊരു മെയിൻ്റനൻസ് വർക്കാണ്. അതെങ്ങനെയാണ് വികസനമാകുന്നത്? ഒരു പാലമുണ്ട്, അഡീഷണൽ അല്പം ഒരു 10 കിലോമീറ്റർ മാറി വേറൊരു പാലം പണിയുന്നു. അതൊന്നും ഡെവലപ്മെൻ്റ് അല്ല. അത് നിങ്ങൾ ഉള്ള ഫെസിലിറ്റി
തികയാതെ വന്നു കഴിയുമ്പോൾ ഒന്ന് വികസിപ്പിക്കുന്നു, റോഡിനെ വീതി കൂട്ടുന്നു, അത് വികസനമാണ്. നോ, ഇറ്റ് കനോട്ട് ബി, ഇറ്റ്സ് എ മെയിൻ്റനൻസ് ജോബ്. ഈ മെയിൻ്റനൻസിനെ വികസനമാക്കി മാറ്റിയിട്ട് സുഖമായിട്ട് ഇവർ ജീവിച്ചു പോവുക. തീർച്ചയായിട്ടും. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ വികസനമൊന്നും ചർച്ചയായിട്ടില്ല. കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകൾ നടന്നില്ല. അത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള യാതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ന്യൂനപക്ഷ പോളറൈസേഷനെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ കൗണ്ടർ പോളറൈസേഷനെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച നടന്നതും. ആ വിഷയത്തിലൊക്കെയാണ് ആശങ്കയോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രങ്ങൾ മെനഞ്ഞതും മറുതന്ത്രങ്ങൾ പ്രയോഗിച്ചതും. ജനങ്ങൾ പൊതുവെ ലെഫ്റ്റ് ടു ദംസെൽസ് അവർ സെക്യുലറാണ്. ഉം. അവർ ജാതിയും അതും നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ഞാനിത് കണ്ടു തുടങ്ങുന്നത് നമ്മുടെ അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലം. പണ്ട് അമ്പലപ്പുഴയായിരുന്നു, ആലപ്പുഴ ഉണ്ടായിരുന്നില്ല. അമ്പലപ്പുഴ ലോക്സഭാ മണ്ഡലം അത് നിരന്തരം RSPക്കോ CPIക്കോ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസ്സിന് വേണം. എന്ത് ചെയ്താൽ അത് കിട്ടുന്നില്ല. അപ്പോൾ അന്ന് വക്കം പുരുഷോത്തമൻ കരുണാകരനെ ഉപദേശിച്ചു, ഈഴവനെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കുക, നല്ലൊരു ചെറുപ്പക്കാരൻ ഈഴവനെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കുക. ഈഴവന് വോട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയണ്ട, അത് പറയാതെ പറയുക. അതെ. അങ്ങനെയാണ് കണ്ടശാങ്കടവിൽ നിന്ന് നമ്മുടെ VM സുധീരൻ വന്ന് മത്സരിച്ചു, ജയിക്കുകയും ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ അതുവരെ ആലപ്പുഴക്കാർ ഈ ഒരു ആംഗിൾ ആലോചിച്ചിട്ടില്ല. പക്ഷേ വക്കം പുരുഷോത്തമൻ്റെ ബുദ്ധിയിൽ നിന്ന് ആ ജാതി കാർഡ് ഉത്ഭവിച്ചു. പിന്നെ അതങ്ങോട്ട് പോകാൻ പിന്നെ ഇവർ കൺവേർട്ടഡ് ക്രിസ്ത്യൻ്റെ വേറെയായി, TJ ആഞ്ചലോസ് എന്ന ആൾ വന്നു. അങ്ങനെ പല രീതിയിൽ പിന്നെ അവിടെ ജാതിയും മതവും കളിക്കാൻ തുടങ്ങി. രാഷ്ട്രീയത്തിൽ പൊതുവെ പൊതുജനം അവരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവർ ജാതിയും മതവും ഒന്നും കലർത്തുകയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഒരു ജനതയ്ക്കും വന്നിട്ടില്ല. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് വോട്ട് വേണ്ടേ? വോട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എളുപ്പം ഒന്നുകിൽ ജാതിയാണ്, അല്ലെങ്കിൽ മതമാണ്. പ്രദേശം പറഞ്ഞ് ആൾക്കാരെ സംഘടിപ്പിക്കാൻ പ്രയാസമാണ്. ചേർത്തലക്കാർ മുഴുവൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വരും, നമ്മളെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ വരും. കൊച്ചിക്കാർ മുഴുവൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് പ്രദേശം വെച്ച് സംഘടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക? കത്തോലിക്കർ മുഴുവൻ എൻ്റെ കൂടെ വരിക. അപ്പോൾ മറ്റേ അടുത്ത നമ്പർ ഇറക്കി ലത്തീൻ കത്തോലിക്കർ, മുഴുവൻ കത്തോലിക്കർ വേണ്ട, ലത്തീൻ മാത്രം മതി. ഇങ്ങനെയൊക്കെ വിഭജിച്ചും തല്ലിയും പിടിപ്പിച്ചും അതിൽ ഏരികേറ്റിയും അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗ്വാബ്ലിയൊക്കെ ആയി. അങ്ങനെയാണ് ഈ ക്രൈസ്തവ സഭ PC ജോർജിനെതിരെ ക്യാമ്പയിൻ നടത്തുക. ഇതുപോലത്തെ മോശം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചാടുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആൾക്കാർ മതത്തെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണ്. ഉപയോഗിച്ചാൽ പോലും വിരോധമില്ല, ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, ഈ PC ജോർജ് വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? PC ജോർജും ഷോൺ ജോർജും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് സഭയിലെ ചിലർക്കെതിരെ രംഗത്ത് വന്നത്. അതിനെതിരെ ഭീഷണിപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പരസ്യമായി വോട്ട് പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഞങ്ങൾ പ്രയോഗിക്കും. ഈ ഒരു വിഷയത്തിൽ UDFൻ്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം വരുന്നു PC ജോർജിനെതിരെ. ഒപ്പം ചില സംസാരങ്ങൾ കേൾക്കുന്നു, BJP നേതൃത്വത്തിൻ്റെ അറിവോടെ അല്ല ഇത്തരത്തിലൊരു ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പരാമർശങ്ങൾ PC ജോർജ് മകന് നടത്തിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നു. ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ ടേക്ക്? പരസ്യമായിട്ട് വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് മെത്രാന്മാരൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അവരൊരു ചരിത്രം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സെക്യുലറിസം എന്നുള്ള വാക്ക് ഉണ്ടായത് എങ്ങനെയാണ്? സെക്യുലറിസം എന്ന വാക്ക് പാശ്ചാത്യ നാട്ടിലുണ്ടായത് സഭ ഭരണകാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടരുത് എന്നുള്ള തീരുമാനം വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് സഭയ്ക്ക് വേറെ സ്ഥലം പതിച്ചു കൊടുത്ത് വത്തിക്കാൻ എന്നുള്ള രാജ്യം ഉണ്ടാക്കി പോപ്പിനെ അവിടെ വാഴിച്ചു. കാർന്നവൻ ഇവിടെ ഇരുന്നോളണം, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത്. ലിയോ കേട്ടിട്ടുണ്ടോ പോപ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും കക്ഷിക്ക് വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയുന്നത്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല.
ഇറ്റലിയിലെ തെരഞ്ഞെടുപ്പിൽ പറയില്ല, ഉം. ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ പറയില്ല, ഒരിടത്തും പറയില്ല. കാരണം പോപ്പിനതിൽ കാര്യമില്ല. പോപ്പ് ഇടപെട്ട് കഴിഞ്ഞാൽ പോപ്പ് ചൂടാകും ആൾക്കാർ. ഇപ്പോഴേ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ പോപ്പിനെ. പോപ്പിനോട് പറഞ്ഞു കാർന്നവരും മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞു. കാർന്നവർക്ക് എന്താ ഇതിൽ കാര്യം? വല്ല ലോകസമാധാനം വേണമെന്നൊക്കെ ഇങ്ങനെ ജനറലായിട്ട് പറയാന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് പോപ്പ് സ്പെസിഫിക്സിലേക്ക് കടന്നാൽ പോപ്പിന് ബുദ്ധിമുട്ടാകും. ഇത് അറിയാവുന്നവരാണ് ക്രൈസ്തവ സഭയിലെ ആൾക്കാർ മുഴുവൻ. അവരാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത്. അതുവരെ സെക്യുലറിസം ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഭ രാഷ്ട്രീയത്തിലും ഭരണകാര്യത്തിലും ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതില്ല തിരുമേനി എന്ന് പറയേണ്ടി വരും. അത് നിങ്ങളുടെ തന്നെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിങ്ങൾക്ക് ആ അവകാശം ഇല്ല എന്ന് പറയേണ്ടി വരും. നിങ്ങൾ എവിടെയൊക്കെ അത് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം അതിനെ കുത്തിത്തിരിപ്പായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. സഭാ നിരോധനം, സഭയെ ഓടിച്ചിട്ട് തല്ലുക, ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ഈ വേണ്ടാത്ത രാഷ്ട്രീയം കളിക്കുമ്പോഴാണ്. അത് ഇപ്പോൾ വിമോചന സമര കാലത്ത് തുടങ്ങിയതാണ് കേരളത്തിൽ. വിമോചന സമര കാലത്ത് ഞാനന്ന് തീരെ കൊച്ചുകുട്ടിയാണ്, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് മുദ്രാവാക്യങ്ങളും സംഗതിയൊക്കെ. ഒരു പക്ഷേ അന്ന് സഭ രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് ഭാഗികമായിട്ടെങ്കിലും ന്യായീകരിക്കാം, സമ്പൂർണ്ണമായിട്ടല്ലെങ്കിലും അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഒരു നിലനിൽപ്പിനെ ചൊല്ലിയുള്ള പ്രശ്നമായിട്ട് സഭ വളർത്തിയെടുക്കുകയും മന്നത്ത് പത്മനാഭൻ കുറച്ച് മടിച്ചു നിന്നെങ്കിലും പിന്നീട് അതിനോട് യോജിക്കുകയും ചെയ്തതോടെ അത് വലിയൊരു മുന്നേറ്റമായിട്ട് മാറി. ദാറ്റ് വാസ് ആൻ എക്സെപ്ഷൻ. അതല്ലാതെ പിന്നെ സഭ ഇങ്ങനെ നഗ്നമായിട്ട് രാഷ്ട്രീയത്തിൽ ഇത്ര രൂക്ഷമായിട്ട് ഇടപെടുന്നത് ഇപ്പോഴാണ്. പലപ്പോഴും ഇടപെട്ടിട്ടൊക്കെ ഉണ്ട്, ബട്ട് ഇത്ര രൂക്ഷമായ ഭാഷയിൽ PC ജോർജിനോടാണെങ്കിലും ഷോൺ ജോർജിനോടാണെങ്കിലും സംസാരിക്കുന്നത് ശരിയല്ല. ഒന്ന്, PC ജോർജും ഷോൺ ജോർജും പറഞ്ഞത് മനസ്സിലാക്കണം. അവരും കൂടെ ചേർന്നതാണ് ഈ സഭ. സഭ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി മെത്രാൻ്റെയോ പാലാ മെത്രാൻ്റെയോ ഏതെങ്കിലും മെത്രാൻ്റെ ലോഹയ്ക്കുള്ളിൽ ശ്വാസം മുട്ടുന്ന ഒരു സാധനമല്ല. അതിനപ്പുറത്തേക്കുള്ളതാണ് സഭ. ഒരു കിരീടവും വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് താൻ മെത്രാനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അൽമായിരിപ്പ് തിരിച്ചു പറയും. സഭയുടെ പേരിൽ കേസുകൾ എത്രയുണ്ട്? സഭയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സഭയുടെ സ്വന്തം തർക്കങ്ങൾ മാനേജ് ചെയ്യാൻ സഭയ്ക്ക് പറ്റുന്നുണ്ടോ? FCRAയിൽ ഇടപെടാൻ പോകുന്നു. സ്വന്തം സ്വത്ത് തർക്കം തീർന്നിട്ടില്ല, കുർബാന തർക്കം തീർന്നിട്ടില്ല, അതെ, മുന്നോട്ട് നോക്കി വേണോ പിന്നോട്ട് നോക്കി വേണോ എന്നുള്ള തർക്കം തീർന്നിട്ടില്ല. വെറുതെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഏർപ്പാട്, മാനിക്കീൻ കുരിശ് വിവാദം ഇപ്പോഴും തീർന്നിട്ടൊന്നുമില്ല, അത് കിടപ്പുണ്ട്. ഇങ്ങനത്തെ കലാപരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ വലിയ വലിയ വർത്തമാനം പറയരുത്, കുറച്ചുകൂടെ ശാന്ത സ്വഭാവികളാകണം. ഞാൻ പറയുന്നത് ഇപ്പോൾ PC ജോർജോ അല്ലെങ്കിൽ ഷോൺ ജോർജോ പറഞ്ഞത് കൂടിപ്പോയി എന്ന് തന്നെ വയ്ക്കുക. ഒരു മെത്രാൻ ചെയ്യേണ്ടത് എന്താ? മെത്രാൻ അവരെ വിളിപ്പിക്കുക, മോനെ ഇങ്ങനെയൊക്കെ പറയാം, മോശമല്ലേ, എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ നീ. ഇതല്ലേ വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത്? ഇതല്ലേ? ഞാനിത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പള്ളിയിലച്ഛനെ അല്പം രൂക്ഷമായിട്ട് വിമർശിച്ച് പ്രസംഗിച്ചു. ഈ പള്ളിയിലച്ഛൻ ഒരു 86 വയസ്സുണ്ട്. പുള്ളി ഒരക്ഷരം മറുപടിയായിട്ട് പറഞ്ഞില്ല. പുള്ളിയുടെ പ്രസംഗം പുള്ളി നടത്തി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഫോണിൽ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോഹൻദാസേ, എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് വലിയ പ്രയാസമായി പോയി, അങ്ങനെയൊക്കെ പറയാമോ, ആ വാക്കൊക്കെ ഉപയോഗിക്കാമോ? ഞാൻ ആകെ അങ്ങ് വഷളായി. പലതവണ ഞാൻ അപ്പോളജൈസ് ചെയ്തു, അല്ലാച്ചോ അത് അങ്ങനെ ആ സ്പിരിറ്റിൽ അങ്ങനെ പറഞ്ഞതാ. പുള്ളി പറഞ്ഞു, എനിക്കത് മനസ്സിലായി, മോഹൻദാസിൻ്റെ ചെറുപ്പം, ആവേശം, വാശി ഇതൊക്കെ കൊണ്ട് എന്നാലും സൂക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞു. ഇതാണ് ഒരു മാതൃകാ പള്ളിയിലച്ഛൻ്റെ പെരുമാറ്റം. ഞാൻ RSSകാരനാണെന്നുള്ള ലേബലിൽ തന്നെയാണ് ആ സെമിനാറിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഇവൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ. എന്നിട്ട് പോലും അദ്ദേഹം ഒരു വാക്ക് തിരിച്ചു പറയാതെ രാത്രി ഫോൺ ചെയ്തിട്ട് സ്വന്തം അനിയനോടെന്ന പോലെ എന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ പറയാമോ?
ഇതാണ് ഒരു ആവറേജ് പള്ളിയിലച്ഛൻ്റെ പെരുമാറ്റം ഉണ്ടാവേണ്ടത്. ബട്ട് നിർഭാഗ്യവശാൽ ഇപ്പോൾ ലോഹ മടക്കി കുത്തി അവർ തല്ലാൻ ഇറങ്ങിയിരിക്കുക. എറണാകുളത്തെ പള്ളിയിലേക്ക് കാണും, എന്താണ് ഒരു അച്ഛൻ വേറൊരു അച്ഛനെ പിടിച്ച് തള്ളുന്നു, അങ്ങനെ മലനടിച്ച് വീഴുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഇതിനെപ്പറ്റി അൽമായർ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേർക്ക് ക്ഷോഭിക്കുന്നു. പി സി ജോർജ് പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? പി സിക്ക് വോട്ട് ചെയ്യരുതെന്ന് വിളിച്ച് പറഞ്ഞതല്ലേ, അത് ചെയ്യാമോ? കാഞ്ഞിരപ്പള്ളി ബിഷപ്പാണ് പറഞ്ഞതെന്നാണ് പി സി ജോർജ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് നിരാശയും ദേഷ്യവും, ഇംഗ്ലീഷിൽ നമ്മൾ ആംഗ്വിഷ് എന്ന് പറയുന്ന വികാരമുണ്ടാകും. അപ്പോൾ അദ്ദേഹം അത് പ്രകടിപ്പിക്കും. അതിലെന്താ തെറ്റ്? അതിലൊന്നും ഒരു തെറ്റുമില്ല. പി സി ജോർജ് ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് മൗനമാണെങ്കിലും എന്തോ ഒരു വലിയ സംഭവം അവർ പ്രതീക്ഷിക്കുന്നതായി തോന്നുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതീതി കാണുന്നുമുണ്ട്. സാധാരണ തിരഞ്ഞെടുപ്പ് പ്രചാരണം പോലെ ആയിരുന്നില്ല, ഞാൻ തുടക്കത്തിൽ ആവർത്തിക്കുന്നു, സാധാരണ തിരഞ്ഞെടുപ്പ് പ്രചാരണം പോലെ ആയിരുന്നില്ല ഇക്കുറി. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ കാലയളവിൽ അങ്ങ് പറഞ്ഞതുപോലെ ഈ പെട്ടിയിൽ വീണ വോട്ടിനെ കുറിച്ച് നമ്മളിങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഡിക്ഷൻ നടത്തിയിട്ട് കാര്യമില്ല. ജനങ്ങൾ ഓൾറെഡി വോട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഞാൻ ഒരു അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഒരു റിസൾട്ട് വരാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? ഈ ഇടത് ക്യാമ്പിലും അവർ വിജയപ്രതീക്ഷ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നില്ല എങ്കിലും അവരുടെ ക്യാമ്പുകളിലൊക്കെ തന്നെ ചില പ്രതീക്ഷ വരുന്നുണ്ട്. 75 സീറ്റ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ പ്രവർത്തനവും ഒക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ എം എൽ എമാരെ, ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരെ അത്ര അങ്ങ് തള്ളിക്കളയേണ്ടതില്ല എന്ന് പല കോണുകളിൽ നിന്നും റിപ്പോർട്ടും വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്, ഈ യു ഡി എഫിൻ്റെ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായ റിസൾട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് ആ കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? ഉണ്ട്. അതായത് ഇടതുപക്ഷം അധികാരത്തിൽ വരാനുള്ള സാധ്യത അവരുടെ എം എൽ എമാരുടെ പെരുമാറ്റവും പെർഫോമൻസുമാണ്. അവരുടെ ഈ ധാർഷ്ട്യം, അഹങ്കാരം, അഴിമതി, ഇതെല്ലാം ഒറ്റ ആളിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ജനം വിചാരിക്കുന്നു. അത് പിണറായി വിജയനാണ്. ബട്ട് എം എൽ എമാർ എടുത്തു കഴിഞ്ഞാൽ അവരൊന്നും അത്ര കുഴപ്പക്കാരൊന്നുമല്ല, നല്ല മനുഷ്യരാണ്. മോശം എം എൽ എമാരും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതെ. പക്ഷേ പൊതുവെ എം എൽ എമാരൊക്കെ നല്ല മനുഷ്യരാണ്. അതുകൊണ്ടാണ് LDF ഫീൽഡ് ചെയ്ത് പഴയ എം എൽ എമാരെ കൂടുതലും അവർ ഫീൽഡ് ചെയ്തില്ല. ശരിയാണ്. പുതുമുഖങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥയുള്ള ശിവൻകുട്ടിയെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കുമോ? ഇല്ല. കടകംപള്ളി സുരേന്ദ്രനാക്കുമോ? തർക്ക വിഷയമാണെങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? അപ്പോൾ അത് LDF അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എം എൽ എമാരുടെ പോപ്പുലാരിറ്റിക്ക് കുറവ് വന്നിട്ടില്ല. കുറവ് വന്നത് മൊത്തം ഗവൺമെൻറ്റിൻ്റെ പോപ്പുലാരിറ്റിക്കാണ്. അതുകൊണ്ട് എം എൽ എമാരെ അതുപോലെ നിർത്തിയിട്ട് നമുക്ക് കഷ്ടിച്ച് കടന്നുകൂടാൻ സാധിക്കും എന്നവർ വിചാരിക്കുന്നു. പക്ഷേ ഇതിനെതിരായിട്ട് എനിക്ക് നമ്മൾ ഈ 140 അരിയിട്ട് ചോറ് വെച്ചാലും ഒരരി ഞെക്കി നോക്കിയാൽ നമുക്കറിയാമല്ലോ ഇത് എന്തോന്ന്. അതെ. അങ്ങനെ ഞാൻ അമ്പലപ്പുഴ നോക്കി, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു. അമ്പലപ്പുഴ തുടക്കത്തിൽ G. സുധാകരൻ തോറ്റുപോകും എന്നുള്ള അവസ്ഥയായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴും G. സുധാകരൻ തോൽക്കുമെന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 4 ദിവസം മുമ്പ് മുതൽ ഞാൻ ചോദിക്കുന്നവരെല്ലാം പറഞ്ഞു തുടങ്ങി G. സുധാകരൻ ജയിക്കും. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനെന്താ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുസ്ലിം ലീഗ് ഉണർന്ന് പ്രവർത്തിച്ചു, കോൺഗ്രസിൻ്റെ പ്രവർത്തനം പോരാ, CPM-കാർ കൺഫ്യൂഷനിലാണ്. കാരണം CPM-ൽ നിന്ന് MV രാഘവൻ ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഗൗരിയമ്മ ഇറങ്ങിയപ്പോഴോ ഒക്കെ ഉണ്ടായ ഒരു ബഹളമൊന്നും സുധാകരൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായില്ല. അതെ, ശരിയാണ്. സുധാകരൻ്റെ കൂടെ ഇന്ന ആൾക്കാർ പോകുന്നു, വാൻ പൊതുയോഗം നടത്തുന്നു, അങ്ങനത്തെ ഏർപ്പാടൊന്നും ഉണ്ടായില്ല, അടിപിടിയില്ല, ഒന്നുമില്ല. സുധാകരൻ പോയി അത്രയും. ആകെ പിണറായി വിജയൻ ചേറ്റത്തര എന്ന് പറഞ്ഞു. ഇതാണ് മാക്സിമം സംഭവിച്ചത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ CPM-കാർ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനിലാണ്.
ഒരു എല്ലാം കൂട്ടിക്കെട്ടിയല്ല നമുക്ക് ഇത്തവണ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ച് പറയാൻ ആളില്ല. ഉം, ഉം. കോൺഗ്രസ് സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ്സുകാരിൽ വലിയ സങ്കടമുണ്ടാക്കി. അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ അവർക്ക് മനസ്സിലാവും. ബട്ട് ട്രഡീഷണലി കോൺഗ്രസ് നേതാവായിരുന്ന ഇപ്പോൾ ആലപ്പുഴയിലെ എ ഷുക്കൂറൊക്കെ നിരാശയായിരുന്നു അവർക്കുള്ളിൽ. പക്ഷേ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്നും അവർക്കറിയാം. അങ്ങനെ അവർ അറച്ചു നിൽക്കുന്നു. ഇതിനിടയ്ക്ക് മുസ്ലിം ലീഗ് ഇത് മനസ്സിലാക്കിയിട്ട് വ്യാപകമായിട്ട് എല്ലാ വീട്ടിലും, പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇതുപോലെ UDF വീടുകളിൽ കയറിയിട്ട് സുധാകരന് വോട്ട് ചെയ്യാനായിട്ട് ഒരു പുഷ് കൊടുത്തു. അത് മതിയായിരുന്നു ആളുകൾക്ക്. ധൈര്യമായിട്ട് ഇത്തവണ സുധാകരൻ ചെയ്യണമെന്ന്. നമുക്ക് നമ്മുടെ മന്ത്രിസഭ വരാൻ പോവുകയാണ്. ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സർവൈവലിൻ്റെ പ്രശ്നവും കൂടെയുണ്ട്. 10 വർഷമായി അധികാരത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്നു. ഇത്തവണയും UDF തോറ്റു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പിന്നെ UDF വിട്ട് LDFിൽ പോവുകയേ മാർഗമുള്ളൂ. 10-ൽ കൂടുതൽ വർഷം അധികാരമില്ലാതെ നിൽക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കുമോ? സാധാരണ ഇതിൽ സാധിക്കില്ല. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡൂ ഓർ ഡൈ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അവർ രംഗത്തിറങ്ങിയിട്ട് അവർ സുധാകരനെ ജയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിന് ഫലമുണ്ടാകും, സുധാകരൻ ജയിക്കും എന്നാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അടിയൊഴുക്കുകൾ ധാരാളം പല നിയോജകമണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് മെയ് 4-ാം തീയതി കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ. എന്തായാലും ഇത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ ഇപ്പോൾ 3 മുന്നണികൾ വന്നു. BJP ഒരു 35 സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നു. ഇനിയിപ്പോൾ ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോ ആകെ മാറും എന്നൊരു തോന്നലുണ്ട്. ഇനി അങ്ങോട്ട് വലിയൊരു ശക്തിയായി BJP കേരളത്തിലുണ്ടാകും. ഇപ്പോൾ തന്നെ അവർ അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു അങ്കലാപ്പാണ് മറ്റ് 2 മുന്നണികളിലും കാണാൻ സാധിക്കുന്നത്. ഒരു 10 വർഷം അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കേരള പൊളിറ്റിക്സിൽ അങ്ങേക്ക് കാണാൻ സാധിക്കുന്നത് BJPയുടെ സ്ഥാനം എവിടെയായിട്ടാണ്? BJP ഒന്നുകിൽ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ട് വരും. അതിനിപ്പോൾ എന്താ പറയുക, നമ്മളുടെ B. അശോക് IAS കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സ്ലോലി കേരളം പോകുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തിന് അപ്പർ ഹാൻഡുള്ള ഒരു മുന്നണി, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അപ്പർ ഹാൻഡുള്ള വേറൊരു മുന്നണി, ഇങ്ങനെ ഒരു ബൈപോളാരിറ്റിയിലേക്ക് കേരളം പോകുന്നു എന്നൊരു നിരീക്ഷണം ഡോക്ടർ B. അശോക് നടത്തുകയുണ്ടായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് ഒരു സാധ്യതയാണ്. നിലനിൽക്കില്ല അല്ലേ സർ? ബൈപോളാറിലേക്ക് മാറും. ബൈപോളറായിട്ട് മാറും. കാരണം ട്രൈപോളാർ ഒരു അങ്ങനെ നിലനിൽക്കാൻ പറ്റിയ ഒരു ഇക്വേഷൻ അല്ല ഈ 3 ശക്തികൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ശക്തി ഇല്ലാതായി പോയിട്ട്, അല്ലെങ്കിൽ അത് 2 കഷ്ണമായിട്ട് തിരിഞ്ഞ് മറ്റേ 2 കക്ഷികളിലേക്ക് ചേരും. ഒന്നാമത് ഈ BJPയുടെ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അത് പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. BJP പണ്ട് മുതലേ ഒരു കരിങ്കല്ലിൽ അടിക്കുന്ന പാർട്ടിയാണ്. എത്രയോ സ്ഥലത്ത് ഈ കരിങ്കല്ല് പൊട്ടിക്കാനായിട്ട് അവരടിക്കുന്നു, അടിച്ചുകൊണ്ടേയിരിക്കും. മറ്റ് പാർട്ടികളൊക്കെ 10, 20, 30 അടിയൊക്കെ കഴിയുമ്പോൾ നിർത്തും. BJP അങ്ങനെയല്ല, പൊട്ടുന്നത് വരെ അടിക്കും. ചിലപ്പോൾ 111ാമത്തെ അടിക്കായിരിക്കും ഈ കരിങ്കല്ല് പൊട്ടുന്നത്. പക്ഷെ 111 വരെ അടിക്കണ്ടേ? നമ്മളൊക്കെ 10, 15 അടി കഴിയുമ്പോൾ ഞാൻ പറയും, ലിയോ ഈ കരിങ്കല്ലൊന്നും പൊട്ടാൻ പോണില്ല, വാ നമുക്ക് ചായ കുടിക്കുക, വേറെ പണി നോക്കാം പറഞ്ഞ് ഇട്ടിട്ട് പോകും. ഇവരിട്ടിട്ട് പോവില്ല. വർഷം എത്രയായി കേരളത്തിൽ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു? അവരെന്താ നാട് വിട്ടുപോയോ? ഇല്ല. തോറ്റ് 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 ഒരു തലമുറ തോറ്റ് മരിച്ചുപോയി അവർ. പക്ഷേ അവരുടെ അടുത്ത തലമുറ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത് അവർ നിരാശരാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് സക്സസ് ഉണ്ടാകും. നമ്പർ 2, രണ്ടാമത്തെ അവരുടെ പ്രത്യേകത, അവർക്ക് പൊളിറ്റിക്കൽ എനിമിയില്ല, ശത്രുവില്ല, എതിരാളിയേ ഉള്ളൂ. അതുകൊണ്ട് ആരുമായിട്ടും കൂട്ടുകൂടും. ഈ CPI CPM ആയിട്ട് BJPയുടെ മുൻകാല രൂപമായ ഭാരതീയ ജനസംഘം കൂട്ടുകൂടിയിട്ടുണ്ട്.
അതൊന്നും ആർക്കും ഇപ്പം പറയാറില്ല, പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല. അതെ, ശരിയാണ്. 1967 ബീഹാർ, യു പി, മധ്യപ്രദേശ്, പഞ്ചാബ് ഇവിടെയൊക്കെ മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. CPI മന്ത്രിസഭയിലുണ്ടായിരുന്നു. CPMന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. കാരണം അവർക്ക് 2-3 മുന്നണിയിലുണ്ടെങ്കിലും 2-3 സീറ്റൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CPMകാർ തല്ലാൻ വരും. പക്ഷേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യമായിട്ട് ഭാരതീയ ജനസംഘവും CPIയും CPMും കെട്ടിപ്പിടിച്ചു. ഈ കെട്ടിപ്പിടുത്തത്തിൻ്റെ അവസാനം എന്ത് സംഭവിച്ചു? 1-1.5 വർഷമേ മിനിസ്ട്രിയൊക്കെ നിന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഉരുണ്ട് വീണു. പക്ഷേ അതോടെ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് ഇല്ലാതെയായി. ജനസംഘക്കാർ കൂടി വരികയും ചെയ്തു. സോഷ്യലിസ്റ്റ് പാർട്ടിയും അതിലൊരു ഘടകമായിരുന്നു, റാം മനോഹർ ലോഹിയുടെ. സോഷ്യലിസ്റ്റ് പാർട്ടി ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്ത് അതാണ് ഇപ്പോഴത്തെ ഈ സമാജ്വാദി പാർട്ടി, RJD എന്നൊക്കെ പറഞ്ഞ് രൂപമാറ്റം വന്ന് അവരിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ ശുദ്ധശൂന്യമായി പോയി. അങ്ങനെ ഒരു ധൃതരാഷ്ട്രാലിംഗനം നടത്താനും BJPക്കാർക്ക് അറിയാം. മധ്യപ്രദേശിൽ രാമരാജ്യ പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സാമൂഹ്യ സംഘടന ഉണ്ടായിരുന്നു, നമ്മളിവിടുത്തെ SNDP പോലെയൊക്കെ. അവർ ഭാരതീയ ജനസംഘവുമായിട്ട് കൂട്ടുകൂടി. ഭാരതീയ ജനസംഘം സന്തോഷമായിട്ട് അവരെ കെട്ടിപ്പിടിച്ചു. രാമരാജ്യ പരിഷത്ത് സമ്പൂർണ്ണമായിട്ട് ഇതിനകത്ത് അങ്ങ് ലയിച്ചു. BJP അധികാരത്തിൽ വന്നു. ഇത് BJPയുടെ ഒരു സാമർഥ്യം. ആർക്കും പിണക്കം ഉണ്ടാവില്ല അതിൽ കേട്ടോ. അല്ല, ഇപ്പോൾ ശ്വാസം മുട്ടി അങ്ങനെ ചെയ്തു അങ്ങനെയല്ല. അത് വളരെ സ്വാഭാവികമായിട്ട് അത് ചെയ്യും. അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യും. അതിലൊന്നും BJPക്ക് യാതൊരു കുഴപ്പമില്ല. ബീഹാറിൽ നോക്കിയ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിട്ട് പോലും നിതീഷ് കുമാറിനെ അവർ മുഖ്യമന്ത്രിയാക്കി. അതെ. മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് പോലും ശിവസേനയുടെ ഷിൻഡെയെ അവർ മുഖ്യമന്ത്രിയാക്കി. ശരിയാണ്. അവർക്കതിന് മടിയൊന്നുമില്ല. ഞങ്ങൾക്കാണ് സീറ്റ് കൂടുതൽ, അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, ചേട്ടൻ അയക്കോ എന്ന് പറയും. ഇതൊക്കെ അവർ രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന തന്ത്രമാണ്, മെയ്വഴക്കമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ അവർക്ക് അത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു. ആർക്കും പിണക്കം വരാത്ത രീതിയിൽ. തീർച്ചയായിട്ടും. എനിക്കൊന്ന് ഒരു കാര്യം കൂടി പരാമർശിക്കണമെന്ന് തോന്നുന്നു, അല്ലേ സാർ? 1977 KG മാരാർ അന്ന് ജനസംഘത്തിൻ്റെ ഭാഗമായി ഉദുമയിൽ മത്സരിക്കുമ്പോൾ അവിടെ ഇലക്ട്രൽ ഏജൻറ്റായി പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. അത് ശരിയാണോ എന്ന് എനിക്കൊന്ന് അങ്ങേക്ക് അത് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതിനോടൊപ്പം തന്നെ 80-ൽ പിണറായി വിജയൻ കൂത്തുപറമ്പ് കാൻഡിഡേറ്റായി മത്സരിക്കുമ്പോൾ അവിടെ ജനതാ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞത് ശരിയാണ്. ആദ്യത്തത് ശരിയാവാൻ സാധ്യതയില്ല കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടില്ല. മാരാർജിയുടെ പോളിംഗ് ഏജൻ്റായിട്ട് പിണറായി വിജയൻ പോവുക എന്ന് പറയുന്നത് വളരെ വിദൂരമായൊരു കാര്യമാണ്. ഓക്കെ. പക്ഷേ ഇത് ശരിയാണ്. മാരാർജി കൂത്തുപറമ്പിൽ പ്രസംഗിക്കാൻ പോയിരുന്നു. ഓക്കെ. മാത്രമല്ല പാലക്കാട്ട് ശിവദാസ് മേനോൻ്റെ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തത് LK അഡ്വാനിയാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ മാതൃഭൂമി പത്രത്തിൽ വന്നത്. ഇന്ന് മാതൃഭൂമിയുടെ ആർക്കൈവ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോയൊക്കെ കിട്ടും. ഈ പറയുന്ന മാതിരിയുള്ള ശത്രുതയൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജനസംഘത്തോടോ BJPയോടോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1986-ൽ ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞിട്ട് CPM ഒരു ക്യാമ്പയിൻ നടത്തി. ഇപ്പം അത് സമ്മതിക്കുക അവർ ഇല്ല. ആ ക്യാമ്പയിനിൽ കോഴിക്കോട് VIP പ്രാസംഗികനായിട്ടാണ് നമ്മളുടെ ഇദ്ദേഹം ഗവർണറായിരുന്നല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് CPMൻ്റെ സെമിനാർ ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞു അതിൽ പ്രസംഗിക്കാനായിട്ടാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് വലിയ സ്റ്റാറായിരുന്നു, രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചതുകൊണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. CPMകാർ മറക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രം. ഏതോ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടും എന്ന് മോഹിച്ചിട്ട് ചരിത്രത്തെ മുഴുവൻ അവർ തള്ളി പറയുന്നു, തിരുത്തി പറയുന്നു. പക്ഷേ ചരിത്രമാണല്ലോ. ഇവരിത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ സംഭവിച്ചത് ഇല്ലാതെ പോകുന്നില്ല. യെസ്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ അടുത്ത മാസം 4-ാം തീയതി വരെ കാത്തിരിക്കാം. അതുവരെ അവകാശവാദങ്ങളുണ്ടാകും, ഒപ്പം തന്നെ വാദപ്രതിവാദങ്ങളുണ്ടാകും. മന്ത്രിസഭാ രൂപീകരണം പോലും ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് തോന്നുന്നു. അത്തരത്തിലേക്ക് ഒക്കെ തന്നെ മാറിയിരിക്കുകയാണ് ചർച്ചകൾ. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.